ഹായ് എവരി വൺ. I+ ട്രെയിനിങ് സൊല്യൂഷൻ്റെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് ഒരു 5 ക്വസ്റ്റ്യൻ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഡിഫറെൻറ്റ് മൊഡ്യൂളിൽ നിന്നുള്ള. നമുക്ക് ആ 5 ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദി ഫോളോയിങ്. ഇവിടെ എക്കോളജി എന്ന മൊഡ്യൂളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മ്യൂച്വലിസം, കമൻസലിസം, പ്രിഡേഷൻ, അമൻസലിസം എന്നിങ്ങനെ എക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓരോ ഇൻട്രാക്ഷൻസിൻ്റെയും സൈഡിലായിട്ട് അത് നെഗറ്റീവ് എഫക്റ്റ് ആണോ പോസിറ്റീവ് എഫക്റ്റ് ആണോ, അത് രണ്ടും പോസിറ്റീവ് ആണോ രണ്ടും നെഗറ്റീവ് ആണോ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. മ്യൂച്വലിസം, അതിന് നേരെ കൊടുത്തിരിക്കുന്നത് ഒരാൾക്ക് നെഗറ്റീവ്, ഒരാൾക്ക് ഗുണവുമില്ല ദോഷവുമില്ല. കമൻസലിസം, പോസിറ്റീവ് നെഗറ്റീവ്, ഒരാൾക്ക് ഗുണകരം ഒരാൾക്ക് ദോഷകരം. പ്രിഡേഷൻ, ഒരാൾക്ക് ഗുണം ഒരാൾക്ക് ഗുണവുമില്ല ദോഷവുമില്ല, അതുകൊണ്ടാണ് 0 എന്ന് കൊടുത്തിരിക്കുന്നത്. ദെൻ അമൻസലിസം, 2 പേർക്കും പോസിറ്റീവ്. അപ്പോൾ നമുക്ക് ആൻസറിലോട്ട് എത്താമല്ലോ. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ A1 B3 C2 D4, B A4 B3 C2 D1, C A3 B4 C2 D1, D A4 B3 C1 D2 എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആൻസറിലോട്ട് വളരെ പെട്ടെന്ന് എത്താവുന്നതേ ഉള്ളൂ. കാരണം ഫസ്റ്റ് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 2 ഓപ്ഷനെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഏതൊക്കെയാണ്? മ്യൂച്വലിസം നമ്മൾ പണ്ട് കൊച്ചു ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. 2 പേര് തമ്മിലുള്ള അസോസിയേഷൻ. അപ്പോൾ ആ അസോസിയേഷനിൽ 2 പേർക്കും ഗുണകരമാണ്. അപ്പം പോസിറ്റീവ്. അപ്പം ആ പോസിറ്റീവ് വരുന്നത്, അതായത് A4 വരുന്നത് ഏത് ഓപ്ഷനാണെന്ന് നോക്കുക. A4 വരുന്നത് 2 ഓപ്ഷനേ ഉള്ളൂ, ബാക്കി 2 കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇനി ആ 2 ഓപ്ഷനുകൾ നോക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് ആൻസറിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ ഒന്നാ നോക്കേ, ഏതാണ് ഇവിടെ ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്, A4 B3 C2 D1. അതായത് എ എന്ന് പറയുമ്പോൾ 2 പോസിറ്റീവാണ്, ഗുണകരമാണ്. ബി എന്ന് പറയുന്നത് കമൻസലിസമാണ്. കമൻസലിസം വരുമ്പോൾ ഒരാൾക്ക് ഗുണകരം ഒരാൾക്ക് ഗുണവുമില്ല ദോഷവുമില്ല. ഇനി സി പ്രിഡേഷൻ ആണ്. പ്രിഡേഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരാൾക്ക് ഗുണകരമാണ്. അതായത് തുടക്കത്തിൽ 2 പേർക്ക് നെഗറ്റീവ് എഫക്റ്റ് ആണെങ്കിലും അതിൽ വിൻ ചെയ്യുന്ന ആൾക്ക് എന്താണ് ഗുണകരമായിരിക്കും, മറ്റേ ആൾക്ക് ദോഷകരമായിരിക്കും. പിന്നീട് നെക്സ്റ്റ് വരുന്ന ഡി അമൻസലിസം. അമൻസലിസത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് വരുന്നത് ഓപ്ഷൻ ഫസ്റ്റ് 1 ആണ് വരുന്നത്. അതായത് ഒരാൾക്ക് ദോഷകരമാണ് എന്നാൽ മറ്റൊരാൾക്ക് ഗുണവുമില്ല ദോഷവുമില്ല. അപ്പോൾ ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് വൺ, ദി ആൻറ്റിജനിക് ഡിറ്റർമിനൻസ് ഓൺ ദി സർഫസ് ഓഫ് ആൻറ്റിജൻസ് ദാറ്റ് ആൻ ആൻറ്റിബോഡി ക്യാൻ ഐഡൻറ്റിഫൈ. ഓപ്ഷൻസ് എ പാരടോപ്പ്, ബി എപ്പിടോപ്പ്, സി ആൻറ്റിജൻ, ഡി ഹാപ്റ്റൻസ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ആൻറ്റിജനിക് ഡിറ്റർമിനൻസ് ഓൺ ദി സർഫസ് ഓഫ് ദി ആൻറ്റിജൻ ദാറ്റ് ആൻ ആൻറ്റിബോഡി ക്യാൻ ഐഡൻറ്റിഫൈ. ആൻറ്റിബോഡി ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അതായത് ആൻറ്റിജൻ്റെ സർഫസിൽ കാണുന്ന ആൻറ്റിജനിക് ഡിറ്റർമിനൻസ് ഏതാണ്, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതാണ് ഈ ആൻറ്റിബോഡി ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, എപ്പിടോപ്പ്. അപ്പോൾ ഈ എപ്പിടോപ്പാണ് ആൻറ്റിജനിൽ കാണുന്നത്. അതുപോലെ ആൻറ്റിബോഡിയിലുണ്ട്. ആൻറ്റിബോഡിയിലുള്ള ഭാഗമാണ് ബൈൻഡിങ് സൈറ്റ് ഓഫ് ദ ആൻറ്റിബോഡി എന്ന് പറയുന്നത് പാരാടോപ്പാണ്. അപ്പോൾ ഈ ആൻറ്റിബോഡിയിൽ പാരാടോപ്പ്, അതായത് ബൈൻഡിങ് സൈറ്റിൽ എപ്പിടോപ്പ്, ആൻറ്റിജനിൽ എപ്പിടോപ്പുമായിട്ട് ബൈൻഡ് ചെയ്യും. അതെങ്ങനെയാണ്? ഒരു ലോക്ക് ആൻഡ് കീ മെക്കാനിസം പോലെയാണ്. അങ്ങനെയാണ് ആൻറ്റിബോഡി ഇതിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ വാസ് ഇൻവെൻറ്റഡ് ബൈ. ഓപ്ഷൻസ് എ ജോർജ് വെൽസ് ബീഡിൽ, ബി ജേക്കബ് ആൻഡ് മൊണാട്ട്, സി ഫ്രാൻസിസ് ക്രിക്ക്, ഡി ടെമിൻ ആൻഡ് ബാൾട്ടിമോർ. അപ്പോൾ ഇവിടെ സയൻറ്റിസ്റ്റിൻ്റെ നെയിം ആയതുകൊണ്ട് തന്നെ അറിയാവുന്ന ആളുകൾക്ക് മാത്രമേ ഇത് കറക്റ്റ് ആൻസറിലോട്ട് നേരിട്ട് എത്താൻ പറ്റൂ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് കറക്കി കുത്തുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ.
ഇവിടെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ? mRNAയിൽ നിന്ന് DNA നിർമ്മിക്കുന്നതാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. സാധാരണ ട്രാൻസ്ക്രിപ്ഷൻ എന്താണ്? DNAയിൽ നിന്ന് mRNA സിന്തസൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നു. ഇവിടെ അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ടെമിൻ ആൻഡ് ബാൾട്ടിമോർ. ഈ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷനെയാണ് ടെമിനിസം എന്നും പറയുന്നത്. ഇങ്ങനെ ഈ RNAയിൽ നിന്ന് DNA കോപ്പി ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്ന എൻസൈമിൻ്റെ പേരാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു മെക്കാനിസം, ഈ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ സാധാരണ കാണുന്നത് റിട്രോവൈറസുകളിലാണ്. അതിൽ തന്നെ ഒരു എക്സാമ്പിൾ പറയുന്നത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് HIV-യിലും ഈ മെക്കാനിസമാണ് ഉള്ളത്. നെക്സ്റ്റ് വൺ, if sum of 20 values is 500, then its mean will be options A 15, B 25, C 35, D 10. 20 വാല്യൂസിൻ്റെ സമ്മ് 500 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മീൻ എന്താണ്? അപ്പോൾ മീൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബയോസ്റ്റാറ്റിസ്റ്റിക്സിൽ തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു കാൽക്കുലേഷനാണ് മീൻ. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ? താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ ബി ആണ് 25. അപ്പോൾ മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഈ സമ്മിനെ എത്ര എണ്ണമുണ്ട് അല്ലെങ്കിൽ എത്ര വാല്യൂ ആണ് ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ സം എത്രയാണ്? 500. എത്രയാണ് എണ്ണം? എത്ര സംഖ്യ ഉണ്ടെന്നാണ് പറയുന്നത്? എത്ര വാല്യൂസ് ഉണ്ടെന്നാണ് പറയുന്നത്? 20. അപ്പോൾ 500 ഡിവൈഡഡ് ബൈ 20. അപ്പോൾ നമുക്ക് 25 എന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following periods come under Mesozoic era? First one Cretaceous, second one Jurassic, third one Tertiary, fourth one Triassic. ഓപ്ഷൻസ് നോക്കാം. A 1 and 2 only, B 1, 2 and 4 only, C 2 and 3 and 4 only, D 2 and 3 only. ഇത് ജിയോളജിക്കൽ ടൈം സ്കെയിലിനകത്ത് വരുന്നതാണ്. ഈ ജിയോളജിക്കൽ ടൈം സ്കെയിൽ എന്ന് പറയുമ്പോൾ എർത്തിൻ്റെ നടന്നിട്ടുള്ള എർത്ത് ഫോർമേഷനിൽ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഇവൻസുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഓരോ കാലഘട്ടമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിനെ തന്നെ സബ് ഡിവിഷൻസ് ഉണ്ട്. ഇതിൻ്റെത് ഇയോൺസ്, അതിനെ ഡിവൈഡ് ചെയ്ത് എറാസ്, വീണ്ടും പീരീഡ്സ്, എപ്പോക്ക്, ഏജസ് എന്നിങ്ങനെ കുറേ സബ് ഡിവിഷൻസ് ഉണ്ട്. അപ്പം ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മീസോസോയിക് എറയിൽ വരുന്ന പീരീഡ്സ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? ഇവിടെ ആൻസർ ബി ആണ്, 1, 2 and 4 only. അതായത് ക്രസ്റ്റേഷ്യസ്, ജുറാസിക്, ട്രയാസിക് ഇത് മൂന്നുമാണ് മീസോസോയിക് എറയിൽ വരുന്ന പീരീഡ്സ്. അപ്പം ജിയോളജിക്കൽ ടൈം സ്കെയിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലായി, അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് മനസ്സിലായി. അപ്പം ഏതൊക്കെ ഇയോൺസ് ഉണ്ടെന്ന് നോക്കാം. ഫാനറോസോയിക് ഇയോൺ ഉണ്ട്. ഈ ഫാനറോസോയിക് ഇയോണിലെ 3 എറാസുകളായിട്ട് തിരിച്ചിട്ടുണ്ട്: പാലിയോസോയിക്, മീസോസോയിക്, സീനോസോയിക്. ഇതിൽ പാലിയോസോയിക് എറയിൽ 6 പീരീഡ്സ് ആണുള്ളത്. അതായത് ഈ ഒരു കാലഘട്ടത്തെ വീണ്ടും പീരീഡുകളായിട്ട് 6 പീരീഡ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഉണ്ടായ അല്ലെങ്കിൽ ഓൾഡസ്റ്റ് യങ്ങസ്റ്റ് എന്നുള്ള രീതിയിൽ അതിനെ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഫോം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഫസ്റ്റത്തെ പീരീഡ്സ് ആണ് കേംബ്രിയൻ, പിന്നീടുള്ളതാണ് ഓർഡോവിഷ്യൻ, പിന്നീട് സിലൂറിയൻ, ഡിവോണിയൻ, കാർബോണിഫറസ് ആൻഡ് പെർമിയൻ. ഇങ്ങനെയാണ് ആ പീരീഡ്സ് 6 പീരീഡ്സ് പാലിയോസോയിക് എറയിൽ വരുന്ന 6 പീരീഡ്സ് ഇതാണ്. നെക്സ്റ്റ് ഇതാണ് മീസോസോയിക് എറ. ഫാനറോസോയിക് ഇയോണിനെ 3 എറാസുകളായിട്ട് ഡിവൈഡ് ചെയ്ത് അതിലെ ഫസ്റ്റ് വണ്ണാണ് പാലിയോസോയിക് എറ. അതിൽ നമ്മൾ 6 പീരീഡ്സ് ആണുള്ളത്. നെക്സ്റ്റ് വണ്ണാണ് മീസോസോയിക് എറ. അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ട്രയാസിക്, ജുറാസിക് ആൻഡ് ക്രസ്റ്റേഷ്യസ്. ഇങ്ങനെയാണ് അതിൻ്റെ പീരീഡ്സ്. നെക്സ്റ്റ് സീനോസോയിക് എറ. സീനോസോയിക് എറയിൽ 3 പീരീഡ്സ് ഉണ്ട്: പാലിയോസിൻ, നിയോസിൻ ആൻഡ് ക്വാർട്ടനറി. അപ്പം ഇങ്ങനെയാണ് ആ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്.
ഈ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ആദ്യം നമ്മൾ കണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള എക്കോളജിക്കൽ ഇൻട്രാക്ഷനകത്ത് വരുന്ന അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, എക്കോളജിക്കകത്ത് വരുന്നതാണ്. പിന്നീട് നമ്മൾ കണ്ടത് ഇമ്മ്യൂണോളജിയിലുള്ളതാണ്. പാരട്ടോപ്പ് എന്താണ്, എപ്പിടോപ്പ് എന്താണ്, ആൻറ്റിജൻ, ആൻറ്റിബോഡി, ഈ ഒരു ഇൻട്രാക്ഷൻസ് അതൊക്കെ വരുന്നതാണ്. പിന്നെ നമ്മൾ കണ്ടത് മോളിക്കുലർ ബയോളജിയിൽ വരുന്ന റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. അതിൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ റിട്രോവൈറസിലൊക്കെ കാണപ്പെടുന്നതാണ്. സാധാരണ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ DNA യിൽ നിന്ന് RNA സിന്തസൈസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷനാണ്. പിന്നീട് നമ്മൾ പഠിച്ചത് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, മീൻ കാൽക്കുലേഷൻ. പിന്നീട് നമ്മളിപ്പോൾ കണ്ടത് ജിയോളജിക്കൽ ടൈം സ്കെയിലിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഓരോ ടോപ്പിക്കുകൾ പഠിച്ചു കഴിയുമ്പോഴും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത സെക്ഷനിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്